അസ്സലാമു അലൈക്കും. വേദിയിലെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MSFൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന സമ്മേളന പരിപാടികളുടെ ഭാഗമായാണ് പട്ടാമ്പി നിയോജക മണ്ഡലം MSFൻ്റെ ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യവഴിയിൽ കൂടുതൽ കരുത്ത് പകരുന്നതിന് വിവിധങ്ങളായ പോഷക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വളരെ കരുത്തുറ്റ ഒരു യുവജന സംഘടനയുണ്ട്, തൊഴിലാളി സംഘടനയുണ്ട്, വനിതകൾക്കായി പ്രത്യേകം ഒരു പോഷക സംഘടനയുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി വ്യത്യസ്തങ്ങളായ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത്തരം സംഘടനകൾ രൂപീകരിക്കുന്നതിന് മുമ്പേ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനം ആശയതലത്തിൽ പിറവി എടുത്ത തൊട്ടടുത്ത് തന്നെ രൂപീകൃതമായ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ അതിൻ്റെ പോഷക പ്രസ്ഥാനമാണ് നിങ്ങളിന്ന് അണിനിരന്നിരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് കാലത്തിൻ്റെ ഈ പരിണാമദിശയിൽ വലിയ ലക്ഷ്യങ്ങൾ നേടിയ ഒരു പ്രസ്ഥാനമാണ്. ആ നേട്ടങ്ങൾക്ക് ഇതിൻ്റെ ദാർശനികന്മാരായ ഇതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, അതിൻ്റെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ ആദ്യമായി രൂപീകരിച്ച മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ അതിന് കരുത്താകുന്നതിന് വേണ്ടി ആദ്യമായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് MSF എന്നത്. മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനും ചന്ദ്രിക എന്ന് പറയുന്ന ഒരു പത്രവും ഇതാണ് മുസ്ലിം ലീഗിൻ്റെ കൈമുതലായി തുടക്കത്തിലുണ്ടായിരുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയില്ല. നമുക്ക് മുമ്പിൽ വളരെ കരുത്തോടുകൂടെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ലക്ഷ്യത്തിലേക്ക് വിവിധങ്ങളായ ഒരുപാട് മേഖലകളിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചു തുടങ്ങിയത്. തൊഴിലാളി വർഗത്തിന് വേണ്ടി, കയറുപിരിക്കുന്നവർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, അങ്ങനെയെല്ലാം
വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടുന്ന അനുബന്ധമായ വിവിധ ഘടകങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ നാട്ടിൽ സംഘടിച്ചത്. അതൊരു വിപ്ലവ ബോധ്യത്തിൽ രൂപീകൃതമായ സംഘടനയാണ്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം സാധ്യമാകുമെന്ന് സ്വപ്നം കാണുകയും അതിനുവേണ്ടി ജനാധിപത്യത്തെ ഒട്ടും സ്വീകരിക്കാത്ത, ജനാധിപത്യം ഒട്ടും സ്വീകാര്യമല്ലാത്ത ഒരു ആശയത്തെ നാട് ജനാധിപത്യ രാജ്യമായി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മാറിയപ്പോൾ അതിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ആ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി മറ്റ് ഘടകങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത്. എന്നാൽ മുസ്ലിം ലീഗ് അങ്ങനെ വലിയ വിപ്ലവ ആശയങ്ങളിലൂടെ വലിയ ത്വരിതഗതിയിലുള്ള മുന്നേറ്റം സാധ്യമാകുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് രൂപീകൃതമായ ഒരു പ്രസ്ഥാനമല്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിയ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആ കാലത്ത് ഒരു വിദ്യാർത്ഥി സംഘടന മതിയായിരുന്നു. അന്നും ഇന്നും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കാമ്പുള്ള, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മാറ്റിയെടുക്കണമെങ്കിൽ അനിവാര്യമായിട്ടുള്ള അതിൻ്റെ പോഷക ഘടന എന്ന് പറയുന്നത് നിങ്ങളിന്ന് പ്രവർത്തിക്കുന്ന MSF ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരുപക്ഷെ യൂത്ത് ലീഗ് മൈനസ്, STU മൈനസ്, KMCC മൈനസ്, വനിതാ ലീഗ് മൈനസ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കും. പക്ഷേ MSF മൈനസ് മുസ്ലിം ലീഗ് വട്ടപൂജ്യമാണ്. അതാണ് MSFൻ്റെ പ്രസക്തി. നിങ്ങളെ ഈ സംഘടന വിളിക്കുന്നത് നിങ്ങളിൽ നിന്ന് മന്ത്രിമാരെ ഉണ്ടാക്കിയെടുക്കുന്നതിനല്ല, നിങ്ങളിൽ നിന്ന് ജനപ്രതിനിധികളെ ഉണ്ടാക്കിയെടുക്കുന്നതിനല്ല, നിങ്ങളിൽ നിന്ന് MLA മാരെ ഉണ്ടാക്കിയെടുക്കുന്നതിനല്ല, പഞ്ചായത്തിലേക്കും ബ്ലോക്കുകളിലേക്കും ആളുകളെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. പിന്നെയോ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അന്തസ്സുള്ള മുസ്ലിമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട വസ്തുത അതാണ്. നിങ്ങൾ മുദ്രാവാക്യം വിളിക്കണം. നിങ്ങൾ MSFൻ്റെ ദ്വിവർണ്ണ പതാക തോളോട് ചേർത്ത് വെക്കണം. നിങ്ങൾ ക്യാമ്പസുകളിൽ മത്സരിക്കണം. രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ മെയ്വഴക്കത്തോടുകൂടെ പുതിയ തലമുറക്ക് നേതൃത്വം കൊടുക്കണം. പക്ഷെ നിങ്ങളെ ഒരു രാഷ്ട്രീയക്കാരനാക്കാനല്ല MSF നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് നല്ല രാഷ്ട്രീയക്കാരുണ്ടാകണം. നിങ്ങളിൽ നിന്ന് നാടിന് വേണ്ടുന്ന നായകന്മാരുണ്ടാകണം. ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് ലീഡർഷിപ്പ് നൽകാൻ കഴിയുന്ന കരുത്തുറ്റ പ്രതിഭകൾ നിങ്ങളിൽ നിന്നുണ്ടാകണം. പക്ഷെ അതിൻ്റെ അപ്പുറം നിങ്ങൾ അന്തസ്സുള്ള ഒരു മുസ്ലിമായി ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് MSF എന്ന സംഘടന കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ കക്ഷിയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, കോൺഗ്രസ് ഉണ്ട്, നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാമുള്ള വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംഘാടനമാണ് മുസ്ലിം ലീഗ്. എന്തുകൊണ്ട്? ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന, പേരിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധം, ഒഴിവാക്കാനാത്ത വിധം ഉല്ലേഖനം ചെയ്തിട്ടുള്ള ഒരു പേര്, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സ്വാഭാവികമായി പുതിയ തലമുറയിലെ കുട്ടികൾ എന്ന രീതിയിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഇടം
നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണോ അല്ലയോ എന്നത് നിങ്ങളുടെ സംശയങ്ങൾക്ക് തീർച്ചയായും അടിസ്ഥാനമുള്ള ഒരു സന്ദർഭമാണ് ഈ സദസ്സ്. നിങ്ങൾ ശരിയായ ഒരു വേദിയിലാണോ വന്നിരിക്കുന്നത്? നിങ്ങൾ ചെന്ന് ചേരേണ്ട ഒരിടത്താണോ വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഭാവിയുടെ മനോഹരമായ ലക്ഷ്യങ്ങളിലേക്ക് ഇത് മതിയാകുമോ? എന്തുകൊണ്ട് നിങ്ങളുടെ ക്യാമ്പസുകളിൽ SFI-കാരൻ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ ക്യാമ്പസുകളിൽ KSU-കാരൻ പ്രവർത്തിക്കുമ്പോൾ, വളരെ ശ്രമകരമായ ഒരു വ്യത്യസ്തമായ സംഘാടനമായി ക്യാമ്പസുകളിൽ മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പേരുമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് കീഴിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. നിങ്ങളുടെ സൗഹൃദമാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ രാഷ്ട്രീയമാണ്, നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് നിങ്ങളെ വിളിച്ചു വരുത്തി ഇവിടെ വന്ന് ഇരുത്തിയിട്ടുള്ളതാണ് എങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് കാര്യം. ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരണകൾ വേണം, കൃത്യമായ നിശ്ചയങ്ങൾ വേണം, മനസ്സുകൊണ്ട് കൃത്യമായി സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയണം, കൃത്യമായ സന്നദ്ധത വേണം, മാനസികമായ ഒരു സന്നദ്ധത, സ്വയം സന്നദ്ധതയുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് SFI-യിൽ പ്രവർത്തിച്ചാൽ മതിയാകില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് KSU-വിൽ പ്രവർത്തിച്ചാൽ മതിയാകില്ല. എന്തുകൊണ്ട് MSF? എന്തുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ? ആ ചോദ്യത്തിന് നിങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ മാത്രമേ MSF എന്ന് പറയുന്ന സംഘടന കൊണ്ട് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിലെ ഏറ്റവും പുതിയ ഒരു തലമുറയാണ് നിങ്ങളുടേത്. ജനറേഷനെ പേരിട്ട് വിളിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ജനറേഷൻ ആൽഫ ജനറേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ജനറേഷൻ ബീറ്റ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്നു. ജനറേഷനുകൾ മാറി മാറി വരുന്നു. അനുക്ഷണം പരിണമിച്ചു കൊണ്ടിരിക്കുന്ന, മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു പ്രതിഭാസമാണ് കാലം എന്ന് പറയുന്നത്. ആ കാലത്തെ അഭിസംബോധന ചെയ്യാൻ പ്രാപ്തമാകുക എന്നതാണ് പുതിയ തലമുറക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് ആദ്യമായി ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കാനുള്ളത്. ഒരു ശീതളച്ചായ വന്നാൽ, ഒരു കാറ്റ് വന്നാൽ ആദ്യം ഇളകിയാടുന്നത് ഒരു വൃക്ഷത്തിലെ ഇളം തളിരുകളായിരിക്കും. പഴുത്ത ഇലകളുണ്ടാകും, മൂത്ത ഇലകളുണ്ടാകും, നല്ല കാമ്പുള്ളവയുണ്ടാകും. ഒരു ചെറിയ ശീതളച്ചായ വന്നാൽ, ഒരു കാറ്റ് വന്നാൽ, സമൂഹത്തിലെ ചെറിയ ഒരു മാറ്റം വന്നാൽ ആദ്യം ഇളകുന്നത് അതിലെ ഇളം നാമ്പുകളായിരിക്കും. സമൂഹത്തിൻ്റെ വലിയ മാറ്റങ്ങൾ ആദ്യം പ്രതിഫലിക്കുന്നത് നിങ്ങൾ ഇളം തലമുറയിലായിരിക്കും. ആ കാലത്തിനനുസരിച്ച്, മാറ്റങ്ങൾക്കനുസരിച്ച് അതിൻ്റെ മുന്നിൽ ഓടുന്നതിന് വേണ്ടിയല്ല മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. മുസ്ലിം, നിങ്ങൾക്ക് SFI-യിൽ പ്രവർത്തിക്കാം, നിങ്ങൾക്ക് KSU-വിൽ പ്രവർത്തിക്കാം, ക്യാമ്പസുകളിലുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കാം. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്തത് MSF ആണെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടാകണം. അതിന് നിങ്ങൾക്ക് കൃത്യമായ മാനസികമായ ബോധ്യങ്ങൾ ഉണ്ടാകണം. മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കണം. നിങ്ങൾക്ക് കോളേജ് യൂണിയൻ ചെയർമാനാകുകയാണോ? കോളേജ് യൂണിയൻ ഭാരവാഹിയാകലാണോ നിങ്ങൾ MSF കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ സംഘടനയിൽ, നിങ്ങളുടെ ക്യാമ്പസിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സംഘടന MSF ആയിരിക്കും. എങ്കിൽ എളുപ്പവഴി അതാണ് എന്ന് കരുതിയാണോ നിങ്ങൾ MSF സ്വീകരിക്കുന്നത്? അങ്ങനെ ഒരു MSF-നെ ഉണ്ടാക്കിയിട്ടില്ല മുസ്ലിം ലീഗ്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായതിൻ്റെ തൊട്ടുപിറകിൽ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് MSF എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ മഹത്തായ ലക്ഷ്യങ്ങളിലേക്ക് വഴി നടത്താൻ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ മാർഗമാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് മുസ്ലിം ലീഗിന്റെ ദാർശനികന്മാരായ നേതാക്കന്മാർക്ക് ബോധ്യമായത് കൊണ്ടാണ് അവർ തുടക്കത്തിൽ അങ്ങനെയൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് മുസ്ലിം ലീഗ്? ആദ്യം നമ്മളത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് മുസ്ലിം
നമ്മൾ അതും തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ പെരുമാറ്റ രീതികളുടെ ദിശ നിങ്ങൾക്ക് നിർണയിച്ചു തരുന്നത് ആരാണ്? ആ ചോദ്യമാണ് ആദ്യം സ്വയം ഉന്നയിക്കേണ്ടത്. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചവരാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും പുത്രന്മാരായി പുത്രികളായി ഈ ഭൂമിയിൽ പിറന്നു വീണവരാണ്. വലിയ ലക്ഷ്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്കുള്ളത്. കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ മയിൽപ്പീലി വെച്ചുകൊണ്ട് ആ പീലി ഒരിക്കൽ പെറ്റുകൂട്ടുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പുതിയ കുട്ടികൾക്ക് എത്രത്തോളം മയിൽപ്പീലി സ്വീകാര്യമാണ് എന്നെനിക്കറിയില്ല. ഞങ്ങളുടെ കുട്ടിക്കാലമാണ് പറയുന്നത്. പാഠപുസ്തകത്തിൽ മയിൽപ്പീലി വെച്ചുകൊണ്ട് ആ പീലി ഒരിക്കൽ പെറ്റുകൂട്ടുമെന്ന് സ്വപ്നം കാണുന്ന ഒരു കാലം. അങ്ങനെ സ്വപ്നം കാണുമ്പോൾ ആ കുട്ടികളെ നോക്കി സ്വപ്നം കാണുന്ന മാതാപിതാക്കൾ, എൻ്റെ മകൻ എൻ്റെ മകൾ വളർന്നു വലുതാകണം, അവർ ഔന്നത്യമുള്ളവരാകണം, അവർ സമൂഹത്തിൽ ഉന്നതമായ പദവികളിലെത്തണം, അവർ തലയെടുപ്പുള്ളവരാകണം, അവർ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരാകണം, അവർ അഭിമാനമുള്ളവരാകണം. സ്വപ്നങ്ങൾക്ക് ഇപ്പോഴും മാറ്റമില്ല. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് ഇപ്പോഴും മാറ്റമില്ല. ആ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ നിങ്ങൾക്ക് പ്രാപ്തി നേടണമെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നവരല്ല നിങ്ങളുടെ രക്ഷിതാക്കൾ. പുതിയ ബീറ്റ ജനറേഷനോട് സംവദിക്കാൻ കഴിയുന്നവരല്ല എന്നെ പോലെയുള്ള മുതിർന്നവർ. നിങ്ങളുടെ ഭാഷ വ്യത്യസ്തമാണ്. നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരത്തിന്റെ വിസ്ഫോടനങ്ങൾ വളരെ വലുതാണ്. കാലം അങ്ങനെയാണ്. ക്രിസ്തുവിന് മുമ്പുള്ള മനുഷ്യചരിത്രത്തിന്റെ അത്രയും മനുഷ്യ കാലം നേടിയ നേട്ടങ്ങൾ മനുഷ്യൻ നേടിയെടുത്തത് ക്രിസ്തുവിന് ശേഷം 18 നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. ആ 18 നൂറ്റാണ്ടുകളുടെ മനുഷ്യ നേട്ടങ്ങൾ പിന്നീട് മനുഷ്യൻ കൊയ്തെടുക്കുന്നത് കേവലം 200 വർഷങ്ങൾ കൊണ്ടാണ്. ആ 200 വർഷത്തെ നേട്ടങ്ങൾ പിന്നീട് മനുഷ്യൻ അതിൻ്റെ ഇരട്ടി നേടിയെടുക്കുന്നത് കേവലം 50 വർഷങ്ങൾ കൊണ്ടാണ്. 50 വർഷത്തെ നേട്ടങ്ങൾ അതിൻ്റെ ഇരട്ടി മനുഷ്യൻ നേടിയെടുക്കുന്നത് ഓരോ 10 വർഷത്തിലുമായിരുന്നു. അതാണ് ആൽഫ ജനറേഷൻ വരെയുള്ള കാര്യം. എന്നാൽ പുതിയ ബീറ്റ ജനറേഷന്റെ മുമ്പിൽ 10 വർഷം പോയി, 1 വർഷം പോയി, ഓരോ നിമിഷവും വലിയ വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ മുന്നേറ്റത്തിൽ എന്നെയും നിങ്ങളെയും അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് സുപ്രധാനമാണ്. അതിനുവേണ്ടിയാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന, കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ജനപദമായിരുന്നില്ല എനിക്കും നിങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ വളരെ ഉയർച്ചയുടെ പടവുകൾ താണ്ടിയവരാണ്. അവർ അഭിമാനത്തിൻ്റെ വഴികൾ മുന്നേറിയവരാണ്. അവർ ഈ ഇന്ത്യ രാജ്യത്തെ ഇതര സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന വൈജ്ഞാനികവും സാമൂഹികവും സാമ്പത്തികവുമായ നിലവാരം പുലർത്തുന്നവരാണ്. അവർ ഇന്ത്യയിലെ ഇതര മുസ്ലിങ്ങളെ മാത്രം ജീവിച്ചു തോൽപ്പിച്ചവരല്ല, പിന്നെയോ അവർ സ്വന്തം ഭൂതകാലത്തെയും ജീവിച്ചു തോൽപ്പിച്ചവരാണ്. അതാണ് കാര്യം. കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ ഭൂതകാലത്തോട് പടപൊരുതി ജീവിച്ച് വിജയിച്ചവരാണ്. ചെറിയ ഒരു വിവരണം കൊണ്ട് ഞാനത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ കച്ചവടത്തിനായി അറബികൾ കേരളത്തിൽ വന്നിരുന്നു. ശ്രീലങ്കയിലേക്ക് സഞ്ചരിച്ചിരുന്ന വാണിജ്യ ആവശ്യങ്ങൾക്ക് മലേഷ്യയിലേക്കും ശ്രീലങ്കയിലേക്കും ഇന്ത്യയിലേക്കും സഞ്ചരിച്ചിരുന്ന അറബികൾ കേരള തീരത്ത് വന്ന് കപ്പലിറങ്ങുകയും കേരളവുമായി വാണിജ്യ ഇടപാടുകളും ഉണ്ടായിരുന്നു. പ്രവാചകന്റെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാലിക് ഇബ്നു ദിനാറിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി മുസ്ലിങ്ങൾ ഇവിടെ വന്നു, കൊടുങ്ങല്ലൂരിൽ വന്നു, അവരെ ഇവിടെ സ്വീകരിച്ചു. അപ്പോൾ പ്രവാചക കാലത്ത് തുടങ്ങിയ ഒരു മുസ്ലിം ചരിത്രം കേരളത്തിലും തുടങ്ങിയിരുന്നു. ആ കാലത്ത് തന്നെ ഇവിടുത്തെ ഹൈന്ദവ ജനവിഭാഗങ്ങളുമായി, ഇവിടുത്തെ സാമൂതിരി രാജാവുമായി കച്ചവടം ചെയ്തും വിനിമയം ചെയ്തും പാരസ്പര്യത്തിലൂടെ വളർത്തിയെടുത്ത ഒരു മഹത്തായ പുരോഗതിയുടെ ഒരു കാലയളവ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. അത് തകർക്കുന്നത്
വാസ്കോഡ ഗാമ എന്ന് പറയുന്ന യൂറോപ്യൻ വൈദേശിക ആധിപത്യത്തിൻ്റെ വിളിയാളവുമായി ഇവിടേക്ക് കാലുകുത്തിയ അധിനിവേശത്തിൻ്റെ ആ ആളുകൾ കോഴിക്കോട് കാപ്പാട് വന്ന് നമുക്കെല്ലാവർക്കും ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള അവരുടെ ഒരു ആഗമനമാണ് മുസ്ലിങ്ങളുടെ ഇവിടുത്തെ സാംസ്കാരികവും സാമൂഹികവുമായ വളർച്ചയെ തകർക്കുന്നത്. മുസ്ലിങ്ങൾ ദേശാഭിമാനികളായിരുന്നു. മുസ്ലിങ്ങൾ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ആരു ഭരിക്കട്ടെ അവരോട് കൂറ് പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി പടപൊരുതുവാൻ ഏറ്റവും മുന്നിൽ നിന്നവരുമായിരുന്നു. അതിലുപരി അവരുടെ വിശ്വസ്തത എന്ന് പറയുന്നത്, സത്യദീനിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്ന രീതിയിൽ കച്ചവടത്തിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു സമൂഹമായിരുന്നു മുസ്ലിങ്ങൾ. അതുകൊണ്ട് സാമൂതിരി രാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള കച്ചവടക്കാരായിരുന്നു മുസ്ലിങ്ങൾ. എന്നാൽ ഈ സ്വീകാര്യത, ഈ കച്ചവട മേഖല തകർത്തെങ്കിൽ മാത്രമേ തങ്ങളുടെ കച്ചവട സാധ്യത വിപുലമാക്കാൻ സാധിക്കൂ എന്ന് കരുതിയ പോർച്ചുഗീസുകാർ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുകയും സാമൂതിരിയുമായി യുദ്ധം ചെയ്യുകയും മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. പോർച്ചുഗീസുകാരുടെ, ഡച്ചുകാരുടെ, ഫ്രഞ്ചുകാരുടെ, ബ്രിട്ടീഷുകാരുടെ 1921 മലബാർ സമരത്തിൻ്റെ അങ്ങനെ നീണ്ട 500 വർഷക്കാലം വാസ്കോഡ ഗാമ കേരളത്തിൽ വന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നത് വരെയുള്ള നീണ്ട 500 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ ധീരദേശാഭിമാനികളായി ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് പടപൊരുതി എന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു മുസ്ലിങ്ങളുടേത്. വിദ്യാഭ്യാസപരമായി, സാമൂഹ്യപരമായി ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട, ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂർധന്യതയിലെത്തിയ ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ. ഏറ്റവും നല്ല പ്രതാപകാലത്ത് നിന്ന് ഒടുവിലെത്തി 500 വർഷക്കാലം ഏറ്റവും വലിയ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു കാലത്തിലേക്ക് മുസ്ലിങ്ങൾ മാറ്റപ്പെടുകയുണ്ടായി. എന്നാൽ അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം ഭൂതകാലത്തെ തോൽപ്പിച്ചവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ. ആ 500 വർഷക്കാലത്തെ പിന്നോക്കാവസ്ഥയെ മുസ്ലിങ്ങൾ മറികടന്ന് തോൽപ്പിച്ചത് കേവലം 50 വർഷങ്ങൾ കൊണ്ട് മാത്രമാണ്. മുസ്ലിങ്ങളുടെ പ്രവാചക കാലം മുതലുള്ള, ഇസ്ലാമിൻ്റെ ആഗമനം മുതലുള്ള ഒരു കാലക്രമത്തിനനുസരിച്ചുള്ള വളർച്ചയുടെ, പുരോഗതിയുടെ ഒരു പടവുകൾ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് വൈദേശിക ആധിപത്യം മുസ്ലിങ്ങളെ 500 വർഷക്കാലം അടിച്ചമർത്തിയെങ്കിൽ ആ 500 വർഷക്കാലത്തെ മറികടന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ 50 വർഷം കൊണ്ടാണ്. അതാണ് നിങ്ങൾ അറിയേണ്ടത്. അതെങ്ങനെ സാധ്യമായി? രാജ്യം സ്വതന്ത്രമായി, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, ജനാധിപത്യം വന്നു, ഈ നാട്ടിൽ മതേതരത്വം വന്നു, ആധുനിക ജനാധിപത്യ മതേതര സംവിധാനങ്ങൾ സമൂഹങ്ങൾക്ക് പുരോഗതി പ്രാപിക്കുന്നതിനുള്ള വഴികളായി തുറക്കപ്പെട്ടു. ആ വഴികളിൽ സഞ്ചരിക്കുന്നതിന് ആർക്കും അവസരമുണ്ടായി. അങ്ങനെ ആ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് 500 വർഷക്കാലത്തെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം സമൂഹത്തെ 50 വർഷം കൊണ്ട് ലോകത്തിന് മുമ്പിൽ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് നിങ്ങളുടെ പറയുന്നത്. 500 വർഷത്തെ നമ്മൾ ചെറുത്തു തോൽപ്പിച്ചത് 50 വർഷം കൊണ്ടാണ്. മുസ്ലിം ലീഗ് പിറവിയെടുത്ത് 75 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ 50 വർഷമാണ് എണ്ണിപ്പറയുന്നത്. 50 വർഷം മതിയായിരുന്നു. മഹാനായ ബാഫക്കി തങ്ങൾ, മഹാനായ സിദി സാഹിബ്, അഭിനന്ദനായ CH മുഹമ്മദ് കോയ സാഹിബ്, പാണക്കാട് PSMA പൂക്കോയ തങ്ങൾ, അങ്ങനെ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോൾ MSF എന്നൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കി വെച്ച ദാർശനികന്മാരായ മുസ്ലിം ലീഗിന്റെ ആദ്യകാല നേതാക്കന്മാർ, അവർ 50 വർഷം കൊണ്ട് സാമൂഹിക ഔന്നത്യത്തിൻ്റെ വലിയ ഒരു വിധാനത്തിലേക്ക് ഈ സമുദായത്തെ വളർത്തി വലുതാക്കി. നിങ്ങൾക്ക് ഏതു മേഖലയിലാണ് MSF എന്ന സംഘടനയിലൂടെ പ്രവർത്തിക്കേണ്ടത് എന്നത് നിങ്ങൾ ആദ്യം പരിശോധിക്കണം. അതിന് ആദ്യം നിങ്ങളുടെ മനസ്സിൽ കരുതൽ ഉണ്ടാകേണ്ടത് MSF ഞാൻ എന്തുകൊണ്ട് അത് തിരഞ്ഞെടുത്തു എന്നതാണ്. അതാണ് നിങ്ങൾ എന്തുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ ദിശ നിങ്ങൾക്ക് നിർണയിച്ചു തരുന്നത് ആരാണ്?
ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ഈ ഭൂമിയിൽ പിറന്നു വീണു എന്നതൊരു വസ്തുതയാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി, മകളായി. പിറന്നു വീണ ഓരോരുത്തരും മരിക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആരാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിച്ചു തരുന്നത്? നിങ്ങളുടെ പിതാവാണോ? നിങ്ങളുടെ മാതാവാണോ? നിങ്ങളുടെ സഹോദരങ്ങളാണോ? നിങ്ങളുടെ കുടുംബമാണോ? നിങ്ങളുടെ തറവാട്ട് മഹിമയാണോ? നിങ്ങളുടെ നാടിൻ്റെ പ്രതാപമാണോ? അല്ല. മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടാക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണം നിങ്ങൾക്ക് പകർന്നു തരുന്നത് ആരാണ്? നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് കാലങ്ങൾക്കനുസരിച്ച് അതാത് കാലത്ത് പുതിയ പുതിയ സമൂഹങ്ങൾ പിറവിയെടുക്കും. സൊസൈറ്റി എന്ന് പറയുന്ന സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യ സമൂഹം, അതിലേറ്റവും വലിയ പുതിയ തലമുറ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് നേരത്തെ. ബീറ്റ ജനറേഷൻ എന്ന് പറയുന്ന ഒരു ജനറേഷൻ. എന്നാൽ അതിൻ്റെ ഇടയിൽ വ്യത്യസ്തങ്ങളായ ജീവിത രീതികൾ, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ, വ്യതിരക്തങ്ങളായ സാംസ്കാരിക ജീവിത പരിസരങ്ങൾ, ഇവയെല്ലാം നിലനിൽക്കുന്ന സമൂഹത്തിന് ഉള്ളിലുള്ള മനുഷ്യ വിഭജന മേഖലകളെ പേരിട്ട് വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിറ്റി, സമുദായം. സമുദായം സമുദായമാണ് നിങ്ങൾക്ക് സ്വത്വം തരുന്നത്. സ്വത്വം, നമ്മൾ ജീവിച്ചു, നമ്മൾ മരിക്കും. നിങ്ങളുടെ വ്യതിരക്തമായ സാംസ്കാരികമായ ജീവിതത്തെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ സമുദായമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ പെരുമാറ്റം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ സമുദായമാണ്. ആ സാമുദായ ബോധം നിങ്ങൾക്ക് പകർന്നു നൽകി നിങ്ങളുടെ സമുദായം ഏറ്റവും ഉദാത്ത സമുദായമാകണമെന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഐക്യത്തിന്റെ പാശം മുറുകെ പിടിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഐക്യത്തിന്റെ പാശം മുറുകെ പിടിക്കണം. ഐക്യം, അതിജീവനം, അഭിമാനം, ഇതാണല്ലോ MSFന്റെ മുദ്രാവാക്യം. മുസ്ലിം ലീഗ് ആദ്യം പറഞ്ഞു വെച്ചത് നിങ്ങൾ ഐക്യത്തിന്റെ പാശം മുറുകെ പിടിക്കണം. ഖുർആനിന്റെ അധ്യാപനമാണ്. അങ്ങനെ പറയാൻ കഴിയുമായിരുന്നു. എന്തിന് ഐക്യപ്പെടണം എന്ന് പറയാൻ ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ച ഒരു ഭൗതികമായ നിലവാരത്തിലായിരുന്നില്ല അന്നത്തെ മാപ്പിള സമൂഹം. മലബാറിലെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ഗ്രാമീണർ, ആരാന്റെ വെള്ളംകൂരികളും വിറകുകുട്ടികളുമായി കഴിയുന്ന പാവങ്ങൾ, രാവിലെ എഴുന്നേറ്റു പാടത്തു പോയി പണിയെടുത്ത് ളുഹർ ബാങ്ക് കേട്ടാൽ തിരിച്ചു വന്ന് കൈകാലുകൾ കഴുകി ഉളെടുത്ത് നമസ്കരിച്ച് ഭക്ഷണം കഴിച്ചു വീണ്ടും പാടത്തേക്ക് തിരിച്ചു പോകുന്ന പാവങ്ങൾ. അവർക്കറിയില്ല. അവരോട് ഐക്യപ്പെടണം ഇതായിരുന്നു പറഞ്ഞിരുന്നത്. എന്തിനു വേണ്ടി ഐക്യപ്പെടണം? മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, അതാണ് കാര്യം. അത് നിങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യമാണ്. വിശുദ്ധ ഖുർആനിൽ തൊട്ട് അതേ അധ്യായത്തിൽ പറയുന്ന ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ ആയത്താണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണയിച്ചു തരുന്നത് ആരാണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ പെരുമാറ്റ രീതികൾ പകർന്നു തരുന്നത് ആരാണ് നിങ്ങൾക്ക്? ജനങ്ങൾക്ക് വേണ്ടി, മുഴുവൻ മതസമൂഹങ്ങൾക്ക് വേണ്ടി, മതമില്ലാത്തവർക്ക് വേണ്ടി, ശാസ്ത്ര സാഹിത്യ സാംസ്കാരിക വൈജ്ഞാനിക മനുഷ്യന്റെ വിവിധങ്ങളായ ഏതു മേഖലകളാകട്ടെ, ആ മേഖലകളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന, അവരെ വഴി നടത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു ഉത്തമ സമൂഹമാണ് നിങ്ങളുടേത്.
500 വർഷത്തെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായി കാലം കഴിക്കുമ്പോൾ ആ ഔന്നത്യം ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾക്ക്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ അവതീർണമായതാണ്. അത് ഈ ലോകം അവസാനിക്കുന്നവരെ നിലനിൽക്കും എന്നതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കാലത്തിന്റെ അനുക്ഷണമുള്ള വലിയ മഹാപ്രവാഹത്തിൽ അന്താളിച്ചു നിൽക്കുന്ന പുതിയ ബീറ്റ ജനറേഷൻ മനസ്സിരുത്തേണ്ട ഒരു വലിയ കാര്യമാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് ഈ പ്രപഞ്ചത്തിന്റെ അവസാനം വരെ നിലനിൽക്കും. അള്ളാഹു ഖുർആനിൽ തന്നെ ഉറപ്പ് നൽകിയതാണ്, ഞാനിതിനെ സംരക്ഷിക്കും. ഖുർആനിൽ അള്ളാഹു ഉറപ്പ് നൽകിയതാണ്. അപ്പോൾ സത്യം എവിടെയാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം ഒരു ലോകത്തല്ലേ പുതിയ ജനറേഷൻ? ചാറ്റ് ജിപിടിയുടെ ഒരു കാലത്തല്ലേ പുതിയ ജനറേഷൻ? ആ കാലത്ത് ജീവിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറാൻ പ്രമാണങ്ങളെ മാറ്റാൻ കഴിയില്ല. പ്രമാണമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്, അവന്റെ പ്രവാചകന്റെ തിരുചര്യകളാണ്. പ്രമാണങ്ങളെ മാറ്റാൻ കഴിയില്ല. അതിനല്ല മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രമാണങ്ങളെ നിലനിർത്തിക്കൊണ്ട് ടെക്സ്റ്റൽ ഇസ്ലാമുണ്ട്, ഫോക്ക് ഇസ്ലാമുണ്ട്. ജനങ്ങൾ ജീവിക്കുന്ന ഒരു ജനകീയ മുഖമുണ്ട് ഇസ്ലാമിന്. നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ, ജീവിത സന്ധാരണത്തിൽ, നിത്യജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ഒരു ജനകീയ മുഖമുണ്ട് മുസ്ലിങ്ങൾക്ക്. ആ മുസ്ലിം സമൂഹത്തെ ടെക്സ്റ്റൽ ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്നതാണ് തജ്ദീദ് എന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നത്. പ്രമാണങ്ങളെ നവീകരിക്കലല്ല, മുസ്ലിം സമൂഹത്തെ പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടി അവരെ പരിശീലിപ്പിക്കുകയും അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു നവീകരണമുണ്ട്. ആരാണ് ഇത് ഏറ്റെടുക്കുക? നിങ്ങൾ ജീവിക്കുന്ന ജീവിത പരിസരത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണയിച്ചു തരുന്ന നമ്മുടെ ഒരു സാമുദായിക ബോധമുണ്ട്. ആ സാമുദായിക ബോധം എന്ന് പറയുന്നത് കേവലം മുസ്ലിം എന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന മതേതര വേദികളിൽ ഉന്നയിക്കുന്നതിനുള്ള ഒരു മതനാമമായി നിങ്ങൾ കാണരുത്. അതൊരു മതമാണ്. അത് ക്രിസ്തുവിന്റെയും ഹിന്ദുവിന്റെയും ഒപ്പം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മതമാണ്. എന്നാൽ അതിന്റെ അപ്പുറം, കേവലം അനുഷ്ഠാനങ്ങൾക്കപ്പുറം, വില കൊടുത്ത് വാങ്ങുന്ന സ്വർഗത്തിന് അപ്പുറം സക്രിയമായ ഒരു ജീവിതത്തിലൂടെ ലഭ്യമാക്കുന്ന ഒരു സ്വർഗത്തെ ഇസ്ലാം നിങ്ങൾക്ക് മുമ്പിൽ വെക്കും. അതാണ് കാര്യം. ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത് സക്രിയമായിരിക്കണം, സർഗാത്മകമായിരിക്കണം. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. മരണം യാഥാർത്ഥ്യമാണ്. മരണത്തെ ഭയപ്പെടണം, അള്ളാഹുവിനെ ഭയപ്പെടണം. എന്നാൽ ഈമാനുള്ള ഒരു മനുഷ്യൻ മരണത്തെ ഇഷ്ടപ്പെടും. നമ്മൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ വിപ്ലവകാരികൾ, ഏറ്റവും കൂടുതൽ ആയുധമെടുത്ത് പോരാൻ ധൈര്യം കാണിക്കുന്നവർ, ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവർ, മരണഭയമില്ലാത്തവർ, നാട്ടിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളും ഒക്കെ നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് നമ്മൾ വിചാരിക്കും. വിപ്ലവകാരികളാണ്, എന്തിനും പോകുന്നവരാണ്, നെഞ്ചൂക്കുള്ളവരാണ്, മരിക്കാൻ യാതൊരു ഭയമില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരൻ ജനിച്ചാൽ മരിക്കും എന്നറിയാം, മരണശേഷം ഒരു ലോകത്തെക്കുറിച്ച് അവന് യാതൊരു ധാരണയുമില്ല. അവൻ ഒരു നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മരിക്കാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, ധീരത കൊണ്ട് നമ്മുടെ മുമ്പിൽ എല്ലാവിധ രാഷ്ട്രീയമായ അന്തർനാടകൾ പരിശീലിപ്പിച്ചു വിടുന്ന കമ്മ്യൂണിസ്റ്റ് യോദ്ധാക്കളാണ് മരണത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ മരണഭയമുള്ളവർ, ഭീരുക്കൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. കാരണം ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതമില്ല. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം, ഈ ലോകത്തെ ജീവിതം പുരോഗമനപരവും പ്രോഗ്രസീവും വികസനപരവുമായിരിക്കണം എന്ന ഒരു ബോധ്യത്തിൽ ജീവിക്കുകയും, എങ്ങനെ ഈ ലോകത്തെ ജീവിതം മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിലും തല ഉയർത്തി നിൽക്കുന്ന അഭിമാനമുള്ള ഒരു ജീവിതമായി പ്രോഗ്രസീവായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ മരണശേഷമുള്ള ജീവിതം ഇതിനേക്കാൾ പ്രോഗ്രസീവായ,
ഇതിനേക്കാൾ പുരോഗമനപരമായ, ഇതിനേക്കാൾ വികാസമുള്ള ഒരു ജീവിതമാണെന്ന് സ്വപ്നം കാണുകയും ചെയ്യുമ്പോഴാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം പൂർണ്ണമാകുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ഹൂർലിങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. സ്വർഗം എന്ന് പറയുന്നത് ഇവിടത്തേക്കാൾ വലിയ ആഡംബരമായ കൊട്ടാരം വാഗ്ദാനം ചെയ്യുന്ന ഒന്നല്ല. സ്വർഗം എന്ന് പറയുന്നത് ഫലപുഷ്ടമായ കേവലം മാതളക്കായ്കളും ഈന്തപ്പഴങ്ങളും അത്തിപ്പഴങ്ങളുമാണ് എന്ന് കരുതരുത്. അതൊരു കാലഘട്ടത്തിൽ ഇവയെല്ലാം ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായി കരുതുന്ന ഒരു സമൂഹത്തോട് സ്വർഗത്തെ പരിചയപ്പെടുത്തിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. സ്വർഗം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും പുരോഗമനപരമായി അള്ളാഹു അനുവദിച്ചു തന്ന മാർഗത്തിൽ അവൻ വിലക്കിയതിനെ വിലക്കി അഭിമാനമുള്ളവരായി ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കാത്തതാണ്, നിങ്ങൾ കാണാത്തതാണ്, നിങ്ങൾ രുചിക്കാത്തതാണ്, നിങ്ങൾ സ്പർശിക്കാത്തതാണ്, നിങ്ങൾ ജീവിക്കാത്തതാണ് സ്വർഗം എന്ന് പറയുന്നത്. അത് നിങ്ങൾ കാണുന്നതിനേക്കാൾ മനോഹരമാണ്, അത് നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ സൗന്ദര്യമുള്ളതാണ്. അത് പൂന്തോട്ടമാണ്, അത് ജന്നത്തുൽ ഫിർദൗസ് ആണ്, അത് ഏറ്റവും കൂടുതൽ സൗന്ദര്യാത്മകമാണ്. കേട്ടോ, നിങ്ങൾ ചെന്നെത്തേണ്ട ഇടം ഈ ജീവിതത്തിനേക്കാൾ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒരു ലോകമാണ്, സുന്ദരമായ ലോകം. അങ്ങനെ ഒരു ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ വാക്കിൽ, നിങ്ങളുടെ നോക്കിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സൗന്ദര്യം തുടിച്ചു നിൽക്കണം. തൊലിവെളുപ്പോ മുഖകാന്തിയോ അല്ല സൗന്ദര്യം. ജീവിതത്തിൻ്റെ വാക്കും പെരുമാറ്റവും ഇടപെടലും ജീവിത നിലവാരവും അതാണ് സൗന്ദര്യം. ആ സൗന്ദര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സൗന്ദര്യത്തെ പ്രസരിപ്പിക്കുന്നവരായി നിങ്ങൾ മാറണം. അതാണ് ഏറ്റവും ഒരു ഉദാത്തമായ ഒരു സാമൂഹിക സങ്കല്പം. അതാണ് മുഴുവൻ ജനപദങ്ങൾക്കും ഉയർത്തപ്പെട്ടിട്ടുള്ള ഉത്തമ സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ വിശേഷണം. ആ വിശേഷണത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നതാണ്. 50 വർഷം കൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ നേടിയത്. എന്നാൽ പുതിയ കാലത്ത് നിങ്ങൾ നേടേണ്ട നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഖായിദമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല. നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ സിദി സാഹിബോ CH മുഹമ്മദ് കോയ സാഹിബോ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല. വലിയ മാറ്റമാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഇനി ഒന്നും ചെയ്യാനില്ല, എന്തു പ്രവർത്തിക്കും എന്നതാണ് വലിയ പ്രശ്നം. സ്കൂളുകളായി, വിദ്യാലയങ്ങളായി, കോളേജുകളായി, പ്രൊഫഷണൽ സ്ഥാപനങ്ങളായി, മെഡിക്കൽ കോളേജുകളായി, എഞ്ചിനീയറിംഗ് കോളേജുകളായി, എല്ലാ അർത്ഥത്തിലും ഇവിടെ തന്നെ പഠിക്കാൻ കാത്തു നിൽക്കാതെ കേരളത്തിന്റെ പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക്, കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പുതിയ തലമുറ. അപ്പോൾ അവരോട് ഏതർത്ഥത്തിലാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ളത്? അന്തസ്സാർന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹത്തെ കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത്. ആ അന്തസ് എവിടെ നഷ്ടപ്പെടുമോ അവിടെ നമുക്ക് പ്രവർത്തിക്കാനുണ്ട് എന്ന് തിരിച്ചറിയണം. സർഗാത്മകമായിരിക്കണം, ക്രിയാത്മകമായിരിക്കണം. ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതം ഇതിനേക്കാൾ പുരോഗമനപരമാകണമെങ്കിൽ ഈ ലോകത്തെ ജീവിതം സർഗാത്മകമായിരിക്കണം. സർഗാത്മകത എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ സർഗാത്മകമായി സർഗശേഷിയുള്ളവനായിരിക്കുക എന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവാണ്. സർഗാത്മകത എന്ന് പറയുന്നത് നല്ല എഴുത്തുകാരനാകലല്ല, നല്ല ചിത്രകാരനല്ല ആകലല്ല, നല്ല പാട്ടുപാടുന്ന ആളുകൾ ആവലല്ല. മറിച്ച് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഏറ്റവും നവീകരണമുള്ള, ഏറ്റവും പുതുതായ, ഏറ്റവും ഇന്നോവേറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന നിങ്ങളുടെ പ്രതിഭയെ പുറത്തെടുക്കുന്നതിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത്. നമ്മൾ 50 വർഷങ്ങൾ കൊണ്ട് നേടിയ നേട്ടങ്ങളിൽ ഇന്നും അഭിരമിക്കുകയാണ്. സ്ഥിതി ഇത് മതി എന്ന് കരുതി ജീവിക്കുകയാണ്. സ്ഥിരത ആഗ്രഹിച്ചു പോകുന്ന ഒരു സമൂഹം അവരുടെ അന്ത്യകർമ്മത്തിനാണ് കോപ്പുകൂട്ടുക. അതുകൊണ്ട് ഭാവിയിലേക്ക് പ്രവർത്തിക്കണം, മുന്നേറണം.
മുൻപ് നമ്മുടെ കാലത്തെ നമ്മുടെ പൂർവികന്മാർ എടുത്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെക്കാൾ വലിയ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് ചുരുക്കുന്നു, നിങ്ങൾ ഒരുപാട് നേടി, വിദ്യാഭ്യാസപരമായി ഔന്നത്യത്തിൽ നിങ്ങൾ എത്തി. നേരത്തെ ഇല്ലാത്ത രീതിയിൽ പെൺകുട്ടികൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നു. അവരെല്ലാവരും പഠിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരണം, വലുതാകണം, തലയെടുപ്പോടെ നിൽക്കണം എന്നൊരു സങ്കല്പം അവർക്കുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു സാമൂഹിക സങ്കല്പമുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു പുരോഗതിയല്ല. മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ തല ഉയർത്തി അന്തസ്സോടെ ജീവിക്കണം. പക്ഷെ കുടുംബം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വളരെ സുപ്രധാനമാണ്. നമ്മൾ മോഡേണായി. പക്ഷെ മോഡേണിറ്റി എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നും പാശ്ചാത്യ ലോകത്തു നിന്നും കടമെടുക്കേണ്ടവരല്ല. നമ്മൾ വലിയ നേട്ടങ്ങൾ നേടി എന്ന് പറയുന്നു. പക്ഷെ ഈ നേട്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നൽകുന്നത് ഒരു അടിമത്തമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഞാൻ ചുരുക്കുന്നു. നമ്മൾ ഉന്നതമായ MSF ഇനിയുമേറെ പ്രവർത്തിക്കാനുണ്ട്. മുൻകാല നേതാക്കന്മാർ പ്രവർത്തിച്ചതിനേക്കാൾ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ നിലനിന്നുകൊണ്ട് ഒരു സമൂഹത്തെ മുന്നിൽ നയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ്. ക്യാമ്പസുകളിൽ DJ പാർട്ടി നടത്തുക എളുപ്പമാണ്. കുട്ടികളുടെ വോട്ട് കിട്ടും. പക്ഷെ DJ പാർട്ടിയിൽ മതോന്മത്തരായി സ്വന്തം സഹപാഠിയെ കുത്തിക്കൊല്ലുമ്പോൾ അവിടെ പ്രതിഷേധിക്കാൻ MSFകാർ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ DJ പാർട്ടി സംഘടിപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരുതരം ലിബറൽ വാദം, ഒരുതരം സാംസ്കാരികമായ സ്വത്വം നഷ്ടപ്പെടുന്ന ഒരുതരം ശോഷണമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് കാലത്തിന്റെ ഈ വലിയ മുന്നേറ്റത്തിൽ സാമൂഹികമായ വലിയ ഒരു മുന്നേറ്റം സാധ്യമായി എങ്കിൽ സാംസ്കാരികമായ വലിയ ശോഷണം സംഭവിക്കുന്നു. അത് തിരിച്ചു പിടിക്കുക, ആ സ്വത്വത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് പുതിയ തലമുറയുടെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ തീവ്രവാദത്തിനെതിരെയുള്ള ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നതാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ്. വിശുദ്ധ യുദ്ധം, ജിഹാദ്. മുസ്ലിങ്ങൾ ജിഹാദികളാണ്, അതെയല്ലേ? നാട് നീളെ ജിഹാദ് ചേർത്ത് വെച്ച് വിളിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് പിന്നെ രാംദേവ്, ബാബ രാംദേവ് വിളിക്കുന്ന ഒരു ജിഹാദ് ഉണ്ടല്ലോ, ഡ്രഗ്സ് ജിഹാദ്. അതല്ല, അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് വിറ്റഴിക്കുന്നതിന് വേണ്ടി എതിരെ നിൽക്കുന്നത് ഒരു മുസ്ലിം കമ്പനിയാണ് എന്നുള്ളത് കൊണ്ട് സർബത്ത് ജിഹാദ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട ആക്ഷേപം സർബത്ത് ജിഹാദായിരുന്നു. പിന്നെയോ നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, ഇല്ലേ? അങ്ങനെ ഒരുപാട്. ജിഹാദ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധ പരിശുദ്ധ നാമമാണ്. അതിനെ നർക്കോട്ടിക്കും അതുപോലെ തന്നെ ലവ് തുടങ്ങിയ മറ്റു ഇംഗ്ലീഷ് പദങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ജിഹാദ് ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്ന ഒരു പദമാണ്. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ജിഹാദിനെ വിവരിച്ചു കൊടുക്കാറുണ്ട്, നിർവചിച്ചു കൊടുക്കാറുണ്ട്. യഥാർത്ഥ ജിഹാദ് എന്ത് എന്ന്. അതിങ്ങനെയാണ്. തീവ്രവാദവും ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും, വലിയ ഒരു യുദ്ധം കഴിഞ്ഞ്, വിശുദ്ധ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. പ്രവാചകൻ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു, പക്ഷേ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ യുദ്ധമാണ്, ജിഹാദുൽ അക്ബർ. ജിഹാദുൽ അക്ബർ. അനുയായികൾ ചോദിച്ചു, പ്രവാചകരെ ഏതാണ് ആ യുദ്ധം? നമ്മൾ രക്തമൊഴുക്കി ജീവൻ നൽകി നടത്തിയ ഈ യുദ്ധത്തിനേക്കാൾ, നമ്മൾ ശാരീരികമായി നടത്തിയ ഈ യുദ്ധത്തിനേക്കാൾ വലിയ യുദ്ധം ഏതാണ് പ്രവാചകരെ? അള്ളാഹുവിന്റെ പ്രവാചകൻ മറുപടി പറഞ്ഞു, ജിഹാദുൽ അക്ബർ. ആ യുദ്ധം നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് ചെയ്യുന്ന യുദ്ധമാണ്. ആ യുദ്ധം നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛകളോട് ചെയ്യുന്ന യുദ്ധമാണ്. ആ യുദ്ധം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സിനോട്, ശരീരത്തോട് ചെയ്യുന്ന യുദ്ധമാണ്. ഞാനിപ്പോൾ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നതാണ്. MSFകാർ ഒരു യുദ്ധത്തിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. MSFകാർ ഒരു പോരാട്ടത്തിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ആ പോരാട്ടം പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കുമ്പോഴാണ് വർത്തമാനകാലത്ത് MSF പ്രസക്തമാകുന്നത്. ആ യുദ്ധം എന്ന് പറയുന്നത് ദേഹേച്ഛകളോട് പൊരുതാനുള്ള യുദ്ധമാണ്. നിങ്ങളുടെ ദേഹം എന്താണോ ഇച്ഛിക്കുന്നത്, നിങ്ങളുടെ ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത്,
നിങ്ങളുടെ ശരീരം എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കുക എന്നതിന്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്, ലിബറൽ വാദം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മനോഗതിയാണ്. യൂറോപ്പിൽ നിന്ന്, പാശ്ചാത്യ അടിമത്തത്തിൽ നിന്ന് അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള SFI-ക്കാർ നിങ്ങളുടെ അടുത്ത സെഷനിൽ പങ്കെടുക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ബാസിൽ വേദിയുടെ പിറകിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അപ്പോൾ പുതിയ കാലത്ത് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നായകത്വം ഏറ്റെടുക്കുന്നവർക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം നമ്മുടെ പൂർവികർക്ക് നിർവഹിക്കേണ്ട വന്നതിനേക്കാൾ അപ്പുറം നിർവഹിക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു പുതിയ പോരാട്ടത്തിന്, ഒരു യുദ്ധത്തിന്, ഒരു യഥാർത്ഥ ജിഹാദിന്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ജിഹാദുൽ അക്ബർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് ദേഹേച്ഛകളോട് പൊരുതലാണ്, ദേഹേച്ഛകളോട് യുദ്ധം ചെയ്യലാണ് യഥാർത്ഥ ജിഹാദ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം ഇച്ഛിക്കുന്നത് എന്തും പ്രവർത്തിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ലിബറൽ ചിന്താഗതിയെ പൊരുതിക്കൊണ്ട് യഥാർത്ഥമായ ഒരു അന്തസാർന്ന ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് പുതിയ തലമുറയെ വഴി നടത്താനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മൾ നേടി എന്ന് പറയുന്ന പുരോഗതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് കേവലം ഒരു അടിമത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നേടിയ പുരോഗതി എന്ന് പറയുന്നത്, ഒരു മോഡേൺ ജീവിത രീതി എന്ന് പറയുന്നത്
നമ്മുടേതായ സംഭാവനകളില്ലാത്ത, നമ്മൾ മറ്റുള്ളവരേത് കടം വാങ്ങി ഉൾക്കൊള്ളുന്ന, വില കൊടുത്ത് വാങ്ങുന്ന, മറ്റുള്ളവർ ഉൽപ്പാദിപ്പിച്ചതിനെ ജീവിച്ചു തീർക്കുന്ന ഒരു നാഗരികമായ അടിമത്തമാണ് നമ്മൾ ഇന്ന് ജീവിച്ചു തീർക്കുന്നത്. അങ്ങനെ ആകരുത്. മുഴുവൻ ജനസമൂഹങ്ങൾക്കും വഴി നടത്താനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ മഹത്വപ്പെടുത്തി ജീവിക്കുക എന്നത് ഓരോ മുഅ്മിന്റെയും വിശ്വാസപരമായ ബാധ്യതയാകുമ്പോൾ, അന്തസ്സുള്ള ഒരു മുസ്ലിമായി ജീവിക്കുക എന്നത് നമ്മുടെ ജീവിത ദൗത്യമാകുമ്പോൾ, സമൂഹത്തിന്റെ മുമ്പിൽ അവരെ വഴി നടത്തുന്ന ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നായക സ്ഥാനം സ്ഥാപിച്ചെടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ കമ്പ്യൂട്ടർ നമ്മുടേതല്ല, നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് നമ്മുടേതല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണും നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മുടേതല്ല, വില കൊടുത്ത് വാങ്ങിയവരാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കുക അസാധ്യവുമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേടി എന്ന് പറയുന്ന പുരോഗതി, ഒരു നാഗരികത എന്ന് പറയുന്നത് നമുക്കുമേൽ മേധാവിത്വം സ്ഥാപിക്കുന്ന കുറെ താല്പര്യത്തിന്റെ, കുറെ സ്ഥാപിത താല്പര്യത്തിന്റെ അടിമകളായാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആപ്പിൾ കമ്പ്യൂട്ടറും നമ്മുടെ മൈക്രോസോഫ്റ്റും നമ്മുടെ ഉപയോഗിക്കുന്ന എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും അത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ, അത് കണ്ടെത്തുന്നതിൽ, അത് കച്ചവടം ചെയ്യുന്നതിൽ, അത് വിനിമയം ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. നമ്മളത് കൺസ്യൂം ചെയ്യുന്നവർ മാത്രമാണ്. അങ്ങനെ ആയിക്കൂടാ. അവിടെയാണ് പുതിയ മേഖലകൾ താണ്ടി ജീവിച്ച് പുതിയ മേഖലകളിലേക്ക് ഈ സമൂഹത്തെ വഴി നടത്താനുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ വില കൊടുത്തു വാങ്ങുന്ന ഒരു നാഗരികതയുടെ അടിമകളായി ജീവിച്ച് കാലം കഴിക്കലല്ല ജീവിതത്തിലെ ഏറ്റവും ഔന്നത്യമുള്ള കാലം എന്ന് നമ്മൾ കരുതരുത്. അഭിവൃദ്ധി എന്ന് പറയുന്നത് ഉത്തമമായിരിക്കണം. നമ്മൾ അഭിവൃദ്ധി നേടിയിട്ടുണ്ട്. അത് ഉത്തമമാകണമെങ്കിൽ ആ അഭിവൃദ്ധിയുടെ മുഖ്യമായ കാർമ്മികത്വം നമ്മൾ വഹിക്കുകയും ഉത്തമമായ മാർഗത്തിലൂടെ അതിനെ വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത് സാധ്യമാകുക. ഞാൻ ചുരുക്കുന്നു, ഒരുതരം ലിബറൽ വാദത്തിന്റെ അടിമകളായിക്കൂടാ. പെൺകുട്ടികൾ ഉയർന്നവരായി വളർന്നു പഠിക്കുന്നു എന്ന് കരുതി ജെൻഡർ ഇക്വാലിറ്റി, തുല്യത വേണം, അവസരങ്ങൾ അവസരങ്ങളിൽ തുല്യതയാകാം. പക്ഷെ ഇസ്ലാമിന്റെ ഒരു നിയതമായ കാഴ്ചപ്പാടുണ്ട്. ഇസ്ലാമിൽ ഇക്വാലിറ്റി ഉണ്ട്, സമത്വമുണ്ട്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമത്വമുണ്ട്, നിങ്ങൾക്ക് അവസരമുണ്ട്, തുല്യതയുണ്ട്. പക്ഷെ ഇസ്ലാം ഐഡന്റിക്കൽ അല്ല. സ്ത്രീയും പുരുഷനും സമാനതകളില്ല. അത് ജൈവികമാണ്. പുരുഷന്റെ ജൈവികമായ ഉത്തരവാദിത്തങ്ങളും സ്ത്രീയുടെ ജൈവികമായ ഉത്തരവാദിത്തങ്ങളും വ്യത്യസ്തമാണ്, ഐഡന്റിക്കൽ അല്ല. അത് പ്രകൃതി നിയമമാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഞാൻ ഒരു ലോ പഠിച്ചിട്ടുള്ള ഒരാളാണ്, ഒരു അഭിഭാഷകനാണ്. വക്കീലായി മുഹമ്മദ് അലി മറ്റന്തടവുമുണ്ട്. ഒരു ഉദാഹരണം, തുല്യതയ്ക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന, മുസ്ലിം പെൺകുട്ടികളെ അടിച്ചമർത്തുന്നു, അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വന്ന് നിങ്ങളുടെ ആളുകളായി പറയുമ്പോൾ ഏതു ലിബറൽ വാദത്തിലേക്കാണ് അവർ നിങ്ങളെ നയിക്കുന്നത് എന്ന ഒരു സ്വയം ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. IPC 375, 376 പുതിയ ഭാരതീയ ശിക്ഷാ സംവിധാനത്തിൽ അത് 64 ബലാത്സംഗം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കുട്ടികളാണ്, എന്നാലും അറിഞ്ഞിരിക്കണം, ബലാത്സംഗത്തിന് ശിക്ഷയുള്ളത് പുരുഷന് മാത്രമാണ്. ബലാത്സംഗത്തിന് സ്ത്രീയെ ശിക്ഷിക്കാൻ ക്രിമിനൽ നിയമം ലോകത്ത് എവിടെയുമില്ല. ഇസ്ലാമിൽ ഇക്വാലിറ്റി ഉണ്ട്, ഐഡന്റിക്കൽ അല്ല, സമാനതകളില്ല. സമാനതകളില്ല എന്ന് പറയുന്നത് പ്രപഞ്ച നിയമമാണ്, ജൈവികമാണ്. എന്തുകൊണ്ട് ബലാത്സംഗത്തിന് പുരുഷന് മാത്രം ശിക്ഷ, എന്തുകൊണ്ട് സ്ത്രീക്ക് ശിക്ഷയില്ല? അതായത് ഒരു ക്രൈം നടക്കണമെങ്കിൽ അതിലൊരു ടേം ഉണ്ട്, ആക്ടസ്രിയ മെൻസ്രിയ. ആക്ഷനും ഉണ്ടാകണം, മെൻസ്രിയ മാനസികമായ തീരുമാനമുണ്ടാകണം. ആക്ഷനും ഉണ്ടാകണം, മാനസികമായ അതിനൊരു ഒരു തീരുമാനവും ഒരു മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും വേണം. അപ്പോഴാണ് ക്രൈം ആകുക. ഒരു പുരുഷന് സ്ത്രീയുടെ പേരിൽ അധിനിവേശം നടത്താനും
സെക്ഷൽ ഇന്റർകോഴ്സ് നടത്താനും കഴിയും സ്ത്രീയുടെ ഇച്ഛയില്ലാതെ. എന്നാൽ ഒരു സ്ത്രീക്ക് പുരുഷൻ വിചാരിക്കാതെ തിരിച്ച് പുരുഷന്റെ മേൽ ലൈംഗിക ആധിപത്യം സ്ഥാപിക്കുക അസാധ്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ സാധ്യമെങ്കിൽ പുരുഷൻ വിചാരിക്കാതെ അത് സാധ്യമല്ല. അപ്പോൾ പുരുഷൻ വിചാരിച്ചാൽ, പുരുഷൻ മാനസികമായി സമ്മതം വന്നാൽ അത് ക്രിമിനൽ കുറ്റമല്ലാതെയാകുന്നു. മനസ്സിലാകുന്നുണ്ട് എന്ന് നിങ്ങൾ ബയോളജിയും അതുപോലെ തന്നെ മറ്റു ജീവശാസ്ത്ര മേഖലകളും ഒക്കെ പഠിക്കുന്നവരാണ്. സ്ത്രീ വിചാരിച്ചാലും ഒരു പുരുഷനെ റേപ്പ് ചെയ്യുക സാധ്യമല്ല. സ്ത്രീ വിചാരിക്കാതെ പുരുഷന് സ്ത്രീയെ റേപ്പ് ചെയ്യാം. ഇത് പ്രകൃതി നിയമമാണ്. ഈ പ്രകൃതി നിയമത്തിനനുസൃതമായാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ. നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്, തുല്യതയുണ്ട്, സമാനതകൾ സമാനമായ രീതിയിലേക്ക് സാമൂഹികമായി നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള വേദികളുണ്ട്. പക്ഷേ ഇസ്ലാം കൽപ്പിക്കപ്പെടുന്ന, ഇപ്പോൾ വാദിക്കുന്നത് പുരുഷന് ഇസ്ലാമിൽ മുഴുവൻ സ്വത്ത്, സ്ത്രീക്ക് പകുതി സ്വത്ത്. എന്തുകൊണ്ട് പകുതി സ്വത്ത് എന്നാണ്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ട എനിക്ക് ശേഷമുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഒരു ഏരിയ അത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിനൊക്കെ കൃത്യമായ തീരുമാനങ്ങളുണ്ട്. ആദ്യമായി സ്ത്രീക്ക് സ്വത്താവകാശം നൽകിയത് ഇസ്ലാമാണ്. ഹിന്ദുമതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്ത്രീയെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ വസ്തുവകകളും കിണ്ടിയും ചെമ്പും എല്ലാം നൽകി സ്ത്രീയെ പറഞ്ഞയക്കുന്ന, അങ്ങനെയാണ് സ്ത്രീധനമെന്ന ആചാരമുണ്ടായത്. പിന്നീട് പരിഷ്കരിച്ചിട്ടാണ് സ്ത്രീക്ക് അങ്ങനെ സ്വത്തവകാശം ഉണ്ടായത്. ക്രിസ്തുമതത്തിലും അങ്ങനെ ഉണ്ടായില്ല. അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയ് കോടതിയിൽ പോയിട്ടാണ് ക്രിസ്തുമതത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയത്. എന്നാൽ ഇസ്ലാം തുടക്കത്തിൽ തന്നെ സാമ്പത്തികമായി കുടുംബം പോറ്റാൻ യാതൊരു ബാധ്യതയും ഇല്ലാത്ത സ്ത്രീക്ക്, ഒരു സ്ത്രീ ജോലി ചെയ്ത് അവളുടെ ഭർത്താവിനെയും അവളുടെ മക്കളെയും പോറ്റിയില്ലെങ്കിൽ, ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ അവൾ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരിയേ അല്ല. എന്നാൽ ഒരു പുരുഷൻ ജോലി ചെയ്ത് അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും പുലർത്തിയില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരനാണ്. അങ്ങനെ യാതൊരു സാമ്പത്തികമായ ഉത്തരവാദിത്വവും കൽപ്പിച്ചു നൽകാത്ത സ്ത്രീക്ക് സ്വന്തം ഇഷ്ടം വിനിയോഗിക്കുന്നതിന് വേണ്ടി സ്വത്തിന്റെ പകുതി അവകാശം 1400 വർഷങ്ങൾക്ക് മുമ്പ് വകവച്ചു നൽകിയ ഒരു വിശ്വാസ തത്വസംഹിതയാണ് ഇസ്ലാം. അതുകൊണ്ട് ഈ വക ഒരുപാട് വാദഗതികൾ വന്ന് ഒരുതരം ലിബറൽ വാദം ശക്തിപ്പെടുമ്പോൾ ആ ലിബറലിസത്തോട് പൊരുതാൻ നമുക്ക് കഴിയണം. ലോകത്തിന്റെ മുമ്പിൽ ലിബറലിസത്തോട് പൊരുതി അന്തസ്സുള്ള ഒരു മുസ്ലിമായി ജീവിക്കാൻ, നാഗരികതയുടെ അടിമത്തത്തെ പേറാതെ കച്ചവട മാർഗങ്ങൾ വില കൊടുത്ത് വാങ്ങി അവ ഉപയോഗിക്കുന്ന അടിമകളായി മാറാതെ സ്വയം സമൂഹത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്ര മുന്നേറ്റങ്ങൾ, സാഹിത്യ രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് ശക്തി എന്ന് പറയുന്നത് പുതിയ കാലത്ത് വൈജ്ഞാനിക, സാമൂഹിക, സാമ്പത്തിക രംഗത്തെ ഉയർച്ചയാണ്. ആ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു മനോഹരമായ ഒരു അന്തസ്സാർന്ന സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ സമൂഹത്തെ വഴി നടത്താനുള്ള ഉത്തരവാദിത്തമാണ് പുതിയ തലമുറ എന്ന രീതിയിൽ നിങ്ങൾക്കുള്ളത് എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഒരിക്കലും തന്നെ കുലിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നായകൻ. ആ പ്രവാചകന്റെ അനുചരന്മാർ ചിന്തിക്കേണ്ടത് ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുക എന്നതാണ്. ആ തല ഉയർത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ മിഹ്റാജ് വേളയിൽ ഒരു സൂഫി കവിതയുണ്ട്. ഡഹര ഡഹരു സറായ മുഹമ്മദ് ഹം നജീബർ ദേഖാ നഹി ഹൈ. ഏ മുഹമ്മദ്, ഒന്ന് നിൽക്ക്. ജിബ്രീൽ അലൈഹിസ്സലാമുമായി പ്രവാചകൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ്, ഒരു കവിതയാണ്. ഏ മുഹമ്മദ്, ഒന്ന് നിൽക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ. ആരാണ് പറയുന്നത്? പൂമ്പാറ്റയും പുഴകളും കാടും കടലും മണലാരണ്യവും പ്രകൃതിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും എല്ലാവരും കൺകുളിർക്കെ കാണാൻ ആഗ്രഹിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. ഞാൻ ചുരുക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മിഹ്റാജ് വേളയെക്കുറിച്ച് വേറൊരു കഥ കൂടി നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രത്തോളം വാസ്തവമാണ് എന്നറിയില്ല. പ്രവാചകൻ തന്റെ സഹചാരിയായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. പ്രവാചകൻ ജിബ്രീലിനോട് ചോദിച്ചു. മലക്ക് ജിബ്രീലിനോട് ചോദിച്ചതായാണ് ആ കഥ. അത് യാഥാർത്ഥ്യമാണ് എന്നതല്ല, ഒരു സൂഫി കഥയാണ്. ജിബ്രീലിനോട് ചോദിച്ചു, പ്രവാചകൻ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ, അങ്ങയുടെ പ്രായം എന്താണ്?
ജിബ്രീലിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, ജിബ്രീൽ, അങ്ങയുടെ പ്രായം എന്താണ്? അപ്പോൾ ജിബ്രീൽ ആകാശത്തിലെ ഒരു നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ നക്ഷത്രം 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉദിക്കുന്ന നക്ഷത്രമാണ്. 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉദിക്കുന്ന നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ ഞാൻ 70,000 തവണ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ പറയുകയാണ്, 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉദിക്കുന്ന ആ നക്ഷത്രത്തെ ഞാൻ 70,000 തവണ കണ്ടിട്ടുണ്ട് എന്നാണ് ജിബ്രീൽ റസൂൽ പ്രായം ചോദിച്ചപ്പോൾ പറയുന്നത്. അപ്പോൾ വിനയാന്യതനായി ജിബ്രീലിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ നക്ഷത്രം ഞാനായിരുന്നു, ആ നക്ഷത്രം ഞാനായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് കാരണഭൂതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. ആ പ്രവാചകൻ കാടും മലരും വീടും മേടും കടലും പൂവും പൂമ്പാറ്റയും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും കൺകുളിർക്കെ കാണാൻ ആഗ്രഹിച്ച പ്രവാചകന്റെ അനുചരന്മാർ ആരാന്റെ വെള്ളംകോരികളും വിറകുവെട്ടുകളുമായി കഴിയുന്ന അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് വളർത്തി വലുതാക്കിയെങ്കിൽ ഇനിയും അടിമ മനോഭാവം വെച്ച് പുലർത്തേണ്ടതല്ല എന്ന ഒരു സ്വാതന്ത്ര്യ ബോധത്തോടു കൂടെ പുതിയ സമൂഹത്തെ വഴി നടത്താൻ നിങ്ങൾക്ക് കഴിയണം. AI-യുടെയും ChatGPT-യുടെയും ലോകത്ത് കഴിയുന്ന നിങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്ന ബോധ്യത്തിന് മറ്റൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള AI-യോട് ഒന്ന് ചോദിക്കണം, ഒരൊറ്റ ലളിതമായ ചോദ്യം. AI എല്ലാം ഉണ്ടാക്കി തരുമെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾക്കുള്ള ആവശ്യമുള്ള എന്തും ഉണ്ടാക്കി തരുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ AI-യോട് ചോദിക്കണം, ഒരു ഖുർആൻ AI-യോട് ചോദിക്കണം, ഒരു ഖുർആൻ ഞങ്ങൾക്കുണ്ടാക്കി തരാമോ? നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയും പെരുമാറ്റവും ജീവിക്കുന്ന ചിന്താധാര എത്രത്തോളം അർത്ഥവത്താണ്, എത്രത്തോളം ഫലവത്താണ് എന്ന് പരിശോധിക്കണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിക്കണം, ഒരു ഖുർആൻ ഉണ്ടാക്കി തരാം. അള്ളാഹു തന്നെ പറയുന്നു, ഈ ഖുർആൻ ഞാൻ സംരക്ഷിക്കും. അള്ളാഹു ഖുർആനിൽ വെല്ലുവിളിക്കുന്നു. സൂറത്തുൽ ഹൂദിൽ, സൂറത്തുൽ ഇസ്രായിൽ, സൂറത്തുൽ അൽ ബഖറയിൽ ജിന്നുകളും മനുഷ്യരും ഒരുമിച്ച് കുടിക്കോ, നിങ്ങൾ ഈ ഖുർആന്റെ പോലുള്ള ഒരു ഖുർആൻ ഉണ്ടാക്കിത്ത. അള്ളാഹുവെ കൂടാതെ നിങ്ങൾ വിളിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കുടിക്കോ, ഈ ഖുർആന്റെ ഒരു 10 അധ്യായമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിത്ത. സൂറത്തുൽ അൽ ബഖറയിൽ അള്ളാഹു വെല്ലുവിളിക്കുന്നു, നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന എല്ലാവരും ഒരുമിച്ചാലും ഈ ഖുർആന്റെ ഒരു അധ്യായം പോലും നിങ്ങൾക്കുണ്ടാക്കി തരാൻ സാധ്യമല്ല. മനുഷ്യൻ പുരോഗതി നേടി, ശാസ്ത്രം വളർന്നു വലുതായി, ഏറ്റവും വലിയ വൈജ്ഞാനിക വിസ്ഫോടനത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസ പ്രമാണങ്ങളെ പണയപ്പെടുത്താതെ ജീവിക്കാൻ ഒരു ഖുർആൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തോളം അവസാനത്തോളം എന്റെയും നിങ്ങളുടെയും വഴികാട്ടിയായി നിലനിൽക്കുമെങ്കിൽ ആ പ്രമാണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹികമായ മുന്നേറ്റമാണ് നമ്മൾ നടത്തേണ്ടത്. അത്തരം മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടിയുള്ള സംഘാടനമായിരിക്കണം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം. അതാണ് നിങ്ങൾക്ക് അഭിമാനം തരിക എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് 1000 നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.